ഹലോ, ഞാൻ രാവിലെ പൊന്നാനി പോയിട്ട് ഹാർബറിൽ പോയിട്ട് മീൻ വരിക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരൻ എന്നെ വിളിച്ച് രാവിലെ വിളിച്ച്. ഞങ്ങൾ ഇറങ്ങിയത് 9 മണിക്കിട്ടാവും. അങ്ങനെ പൊന്നാനി ഭാഗത്തെത്തി. ഇങ്ങനെ പൊന്നാനി ഭാഗത്തേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുക. അപ്പോൾ നല്ല മനോഹരമായ രാവിലത്തെ കാഴ്ചകൾ ഇങ്ങനെ എന്ത് രസാട്ടാ. അങ്ങനെ ഞങ്ങൾ പൊന്നാനി ഹാർബറിലേക്ക് പോകുന്ന റൂട്ട് എടുത്തു. ഹാർബറെത്താനായി അപ്പോൾ റൈറ്റ് സൈഡിൽ കർമ്മയ്ക്ക് പോകുന്ന റോഡ് ഇതാ കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഹാർബറിൽ കയറുമ്പോൾ ഫീസ് കൊടുക്കണം കേട്ടോ. 20 റുപ്യ കൊടുക്കണം. ഈ 20 റുപ്യ ബൈക്ക് കയറുമ്പോൾ 20, നടന്നു പോകുമ്പോൾ 10. എന്തിനാ മേടിക്കണേ ഏതിനാ മേടിക്കണമെന്ന് ഒരു പിടുത്തല്ല. അങ്ങനെ പൈസ കൊടുത്ത് ആദ്യമൊന്നും ഇങ്ങനെ ബലം പിടിച്ചു, പിന്നെ പൈസ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വന്നു ഹാർബറിലെത്തി. അപ്പം നല്ല നല്ല മീൻ ഉണ്ടാകുന്ന പ്രതീക്ഷകളാണ് ഞാൻ എൻ്റെ കൂട്ടുകാരൻ വന്ന് നോക്കുമ്പോൾ പ്രതീക്ഷയൊക്കെ വളരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം നമ്മൾ ഉദ്ദേശിച്ച മീനുകളൊന്നും നമുക്ക് കിടച്ചില്ല. ഉള്ളത് ഇപ്പോൾ ദാ കണ്ടില്ലേ, കല്ലൻ കൂന്തളാണത്. ആ കൂന്തൾ മാത്രമുണ്ട്. പിന്നെ ചെമ്മീനുണ്ട്. എപ്പോൾ എവിടെ നിന്ന് എന്നത്താന്നറിയില്ല. പിന്നെ നല്ല പുതിയാപ്പള കോര അത് ഇതൊക്കെ അവിടെ അങ്ങനെ ഉണ്ട്. അങ്ങനത്തെ മീനൊക്കെ ഉള്ളൂ, വേറെ മീനൊന്നും കണ്ടില്ല. പിന്നെ അയില കുട്ടികളുണ്ടായിരുന്നു, പിന്നെ വേറെ 2-3 മീനുണ്ടായിരുന്നു. ബട്ട് അതൊന്നും നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ സാധാരണ ആൾക്കാർ കഴിക്കുന്ന മെത്തി നോക്കിയിട്ട് പോയതാണ്. മെത്തി മാന്തളും പക്ഷെ അതൊന്നും കിട്ടില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടേയിരുന്നു. കാഴ്ചകളൊക്കെ എന്ത് മനോഹരം. രാവിലെ വീണ്ടും വന്നവർ വീണ്ടും തിരിച്ച് കടലിലേക്ക് പോകുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു. അപ്പോൾ നമുക്കൊന്നും കിട്ടില്ല. 20 റുപ്യ പോയത് വെറുതെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മുട്ടപ്പത്തിരും ബീഫ് കഴിക്കാൻ ഞങ്ങൾ എന്തായാലും അടുത്ത പ്ലാൻ ഇട്ടു. അങ്ങനെ അവിടേക്ക് വന്നു, സ്പോട്ടിലെത്തി. കണ്ടില്ലേ, അവിടെ ടോക്കണൊക്കെ എടുത്തു വെയിറ്റ് ചെയ്യാണ്. അവിടെ ഉള്ളിൽ ഭയങ്കര ക്യൂ ഒക്കെ നിന്നിട്ട് നമുക്കുള്ളതായിക്കൊണ്ടിരിക്കും. അങ്ങനെ നമ്മളിങ്ങനെ മുന്നോട്ട് വന്ന് നമ്മുടേതൊക്കെ ആയിക്കൊണ്ടേയിരുന്നു. അവിടുത്തെ കണ്ടില്ലടത്തൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, മുട്ടപ്പത്തിരി ഉണ്ടാക്കുക, അതുപോലെ ബീഫൊക്കെ എടുക്കുക. ബീഫൊക്കെ അങ്ങനെ കോരി വാരി കൊടുക്കുക. കണ്ടില്ലേ, നമുക്കൊരു പ്ലേറ്റ് കിട്ടി. 2 പ്ലേറ്റ് പറഞ്ഞു. ഒന്നിതാ നമ്മൾ ക്യൂട്ടുകാരനെ കൊടുക്കുന്നു. അങ്ങനെ എനിക്കുള്ള പ്ലേറ്റ് ഇതാ വന്നിട്ടോ. എന്താ ലെവല്, ഏത് ലെവലോ നോക്ക്. ഞാൻ ഇന്നൊരു മുട്ടപ്പത്തിൻ്റെ പീസും അതുപോലെ ഒരു ബീഫ് എടുത്തിട്ട് കഴിച്ച് നോക്കണം എങ്ങനെ ഉണ്ടാകുന്നു. ഭയങ്കര ലെവലായിരുന്നു, ഒരു രക്ഷയില്ല. മച്ചാമാരെ മസ്റ്റായിട്ടും വന്നൊന്ന് രാവിലെ ഒന്ന് ട്രൈ ചെയ്ത് കിട്ടാം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. ഞാനങ്ങനെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെറുതായിട്ടൊരു പുട്ട് കഴിച്ചുകൊണ്ട് എനിക്ക് 3 കഴിക്കാൻ പറ്റിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചവരൊക്കെ തന്നെ കമൻ്റ് ചെയ്തിട്ടാ രാവിലെ. എല്ലാം ഞാൻ കടയിരുന്ന് കഴിച്ച്. അതുപോലെ നമുക്ക് പുറത്ത് തിണ്ടുമ്പോൾ പോയിട്ട് ആ വെള്ളത്തിൻ്റെ മറ്റേ കുളത്തിൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാം. അടിപൊളി വൈബായിരിക്കും. അത് പുലർച്ചെ ഇങ്ങനെ രാവിലെ നേരം വെളുക്കുന്ന ടൈമിൽ പോയി നിന്ന് കഴിക്കുമ്പോൾ ഭയങ്കര വൈബായിരിക്കും. അങ്ങനെ ബീഫൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ കറിയൊക്കെ ഭയങ്കര ലെവലായിരുന്നു. മസ്റ്റായിട്ട് നിങ്ങൾ പോയി ട്രൈ ചെയ്തോ, ഒരു രക്ഷയില്ല. ഞാൻ കടക്ക് പ്രൊമോഷൻ ഇടല്ല, ഞാൻ കഴിച്ചേണ്ട എനിക്കിഷ്ടപ്പെട്ടതിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. ഞാൻ ഇങ്ങനെ നേരം ഇരിക്കണ്ട ആ കടയ്ക്ക് വേണ്ടിയിട്ട് വ്ളോഗ് എടുക്കുക എന്നുള്ള ഒരു ചിന്ത വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടോണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഞാനൊരു ബീഫും ചിക്കനൊക്കെ പ്രിയനാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ ഞങ്ങൾ കഴിച്ച് സെറ്റായി. ഞങ്ങൾ ഇറങ്ങുന്ന വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും അടുത്ത വീഡിയോ വരുന്ന പറയേ. ശുഭദിനം. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യട്ടാ.